കുഞ്ഞെവിടെ പോവാ? മീൻ വാങ്ങിക്കാനോ? കുഞ്ഞിന് മീൻ വാങ്ങിക്കാൻ അറിയാവോ? എങ്ങനെ വാങ്ങിക്കുന്നെന്ന്? ഹലോ, ഇന്നത്തെ പ്ലാൻ എന്താ? നമുക്കൊന്ന് അഴീക്ക ഹാർബർ വരെ ഒന്ന് പോയാലോ? പിന്നെ പോവാലോ. ശരി, അടിപൊളി മീൻ കിട്ടും. പെടപടയ്ക്കുന്ന മീനെ കാണണോ? നമുക്ക് പൊളിക്കാം. വാങ്ങിക്കണം. പെടപടയ്ക്കുന്ന മീനെ വാങ്ങിക്കണോ? ഗൈസ്, ഇപ്പോൾ രാവിലെ 6 മണിയാകുന്നേ ഉള്ളൂ. നേരം വെളുത്ത് വരുന്ന ചെറിയൊരു തണുപ്പുണ്ട്. രാവിലെ ലേസും കൊണ്ടാണ് വരുന്നത്. പോകാൻ റെഡിയാണോ? റെഡി. ഹായ് മച്ചാന്മാരെ, ഞങ്ങൾ എന്താ മീൻ വാങ്ങിക്കാൻ പോകുന്ന ഒരു അടിപൊളി ഒരു ഹാർബറിലേക്കാണ്. ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു ഹാർബറാണ് അഴീക്കൽ ഹാർബർ. 1000 തെങ്ങ്. 2004 സുനാമി അതിശക്തമായി അടിച്ച സ്ഥലം, വളരെ നാശനഷ്ടങ്ങൾ ഉണ്ടായ സ്ഥലമാണ്. ഈ ഹാർബർ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണെങ്കിലും ആലപ്പുഴ ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കിന്റെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന അറബിക്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖവും പ്രകൃതി രമണീയമായ അതിമനോഹരമായ ബീച്ചും ഉണ്ട്. ഇവിടുത്തെ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ കയറി ഒന്ന് നോക്കണം, ഇവിടുത്തെ കാഴ്ച കാണണം. അഴീക്കൽ ബീച്ചിന്റെ പുതിയൊരു വീഡിയോ ഇടുമ്പോൾ ഞാൻ ഇതിനെപ്പറ്റി നല്ലവണ്ണം പറയാം. നിങ്ങളൊക്കെ ചിലപ്പോൾ വിചാരിക്കുകയോ മീൻ വാങ്ങാൻ പോകുന്നവന് മീനിന്റെ കാര്യം നോക്കിയാൽ പോരാ, ഇവിടുത്തെ ഭംഗി എന്തിനാ പറയുന്നതെന്ന്. ഈ കാഴ്ചയൊക്കെ കണ്ടറിയാതെ പറഞ്ഞു പോകുന്നതാണ്. കണ്ടോ, ഈ ആർച്ച് പാലം തന്നെ കണ്ടോ, എന്ത് രസമാണ്. എങ്ങനെയുണ്ട് വ്യൂ? നല്ല അടിപൊളിയാ. രസമല്ലേ? രാവിലത്തെ സൂര്യോദയം കണ്ടോ? നല്ല ഭംഗിയുണ്ട് കാണാന്. പക്ഷെ ചെറുതായിട്ട് തണുപ്പുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ വരെ എത്താൻ 14 കിലോമീറ്റർ മതി. ഈ പാലത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകത കണ്ടോ, ഏഷ്യയിൽ തന്നെ പ്രധാനപ്പെട്ട ഇരട്ട കമാനമുള്ളൊരു പാലമായത് വെലിയിടിക്കൽ പാലം. വിനോദസഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കുന്ന ഒരിടമാണ് ഈ വെലിയിടിക്കൽ ബീച്ച് എന്ന് വെച്ചാൽ. വൈകുന്നേരമാണ് ഇവിടെ തിരക്ക് കൂടുതൽ. സമയം സൺസെറ്റ് കാണുന്ന അടിപൊളി വൈബാണ്. ഇവിടുന്ന് റൈറ്റ് സൈഡിലോട്ട് പോയാൽ ബീച്ചിലോട്ട് പോകും. എനിക്ക് പോകേണ്ട ലെഫ്റ്റ് സൈഡ് ഹാർബറിലോട്ട്. കായലുകളും കടലും സംഗമിക്കുന്ന സ്ഥലം എന്നർത്ഥമുള്ള ആഴി എന്ന വാക്കിൽ നിന്നാണ് അഴീക്കൽ എന്ന പേര് വന്നത്. കൊല്ലം ജില്ലയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഹാർബറാണ്. ഈ ഹാർബറിലെ ഫെസിലിറ്റി എന്ന് വെച്ചാൽ ബോട്ടുകൾ ധാരാളം അടുപ്പിക്കാനുള്ള സ്ഥലമുണ്ട്, മത്സ്യം ലേലം വിളിക്കാനുള്ള വലിയൊരു ഹാളുണ്ട്, പീലിംഗ് ഷെഡുകളുണ്ട്, ഐസ് പ്ലാന്റുകളുണ്ട്, വണ്ടികൾക്ക് ധാരാളം പാർക്ക് ചെയ്യാനുള്ള മൈതാനമുണ്ട്. ഇതിലുള്ളിലോട്ട് പോകണമെങ്കിൽ വണ്ടിയൊക്കെ പാസ്സൊക്കെ എടുക്കണം. കാറിലൊക്കെ ആണെങ്കിൽ 40 രൂപ വേണം. അതിവിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ട്. ഈ ഹാർബറിൻ്റെ അകത്ത് തന്നെ കൊച്ചു കൊച്ചു കച്ചവടക്കാരുണ്ട്, ചില്ലറ വിൽപ്പനക്കാർ. ഒരു വലിയൊരു കൊട്ട എടുത്ത് ഇവിടെ തന്നെ ചെറിയ ചെറിയ ലാഭത്തിന് കച്ചവടം ചെയ്യും. ചിലരൊക്കെ വലിയ ബോട്ടുകാരെടുത്ത് ബക്കറ്റുമായിട്ട് അവർ ഫ്രീ ആയിട്ട് മീൻ കൊടുക്കും. അങ്ങനെ കച്ചവടം ചെയ്ത് ജീവിക്കുന്നവരുമുണ്ട്. വലിയ ബോട്ടുകളിൽ നിന്ന് കൊട്ടകളൊക്കെ കൊണ്ടുവന്ന ഒരു യൂണിയൻകാർ ബോട്ടിൽ നിന്ന് കൊട്ടയിലൊക്കെ നിറയ്ക്കുന്ന മീൻ ആദ്യമേ കൊണ്ടുപോയി അതിൻ്റെ വെയിറ്റ് നോക്കും. അതിനുശേഷമാണ് അത് ലേലം വിളി തുടങ്ങും. ലേലമൊക്കെ വിളിച്ചെടുക്കുന്ന വലിയ കച്ചവടക്കാരാണ്. കെട്ടുവെള്ളത്തിൽ വന്ന് ഫ്രഷ് ആയിട്ടുള്ള പെടപെടുക്കുന്ന കണ്ടില്ലേ, ജീവനുണ്ട്. ആ തോർത്ത് കിട്ടിയത് നാളെ കൊണ്ട് എടുക്കണേ. മണിയെണ്ണ 35 രൂപ, 35 രൂപ, 35 രൂപ, 35 മുകളിൽ, 35 മുകളിൽ, 35 രൂപ, 35.
പുതിയ വള്ളം ഇറങ്ങുന്നതിന്റെ ആർപ്പവിളിയായത്. പണം കൊടുക്കുന്നത് എന്തിനാ? പുതിയൊരു വള്ളം ഇറക്കുന്നതിന്റെ നേർച്ചക്കായിട്ടാണ് ഇത് പണം മത്തി വളരാനില്ല. അങ്ങനെ അഭിപ്രായം പറയണം. അത് ഒരു വിടുന്നല്ലേ. ഇവിടെ വയറലായി നോക്കാം അറിയൊക്കെ ഉള്ളത്. ചാകരി ചാകരി കളയല്ലേ ഒന്നേ ഒരെണ്ണ കളയാനില്ല. വിളിച്ചു വന്നു എപ്പം ഇറങ്ങിയതാ? എപ്പോഴും ഇറങ്ങിയതാ? മുമ്പേ ഇറങ്ങിയതാ. ആണ്. എത്ര ദൂരം പോയി? ഇവിടുന്ന് എത്ര ദൂരം പോയി? ഇവിടുന്ന് 10-18 കിലോമീറ്റർ പോയി. 18 കിലോമീറ്റർ അല്ലേ? എടാ പേര് ചാകരയാണോ? ചാകര. കൊടുത്തു 6 കൊടുക്കാൻ. കെട്ടുവെള്ളത്തിൽ തന്നെ മത്തിയുടെ ഒരു പൂരം തന്നെ ഉണ്ടായിരുന്നു. ഞാനിവരോട് ചില്ലറ മീൻ തരാമെന്ന് ചോദിച്ചപ്പോൾ സ്നേഹം കൊണ്ട് ഒരു കവർ നിറച്ചങ്ങ് മീൻ തന്നു. ഇവിടെ ഉള്ള ഒരാളുകളുടെ ഒരു സ്നേഹം പൈസ കൊടുത്തിട്ട് വാങ്ങും. 300 മണി 300 മണി 300 രൂപ 300 രൂപ 300 മണി 300 മണി 300 മണി 300 മണി 300 മണി 300 വെള്ളണ്ട 300 രൂപ 300 500 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 രൂപ 50 50 50 550 രൂപ ചെമ്മിന വിളി 550 രൂപ 550 രൂപ 50 50 രൂപ 50 രൂപ. പവിഴമ്പോൾ പവിഴാതരം പോൽ പനിനീർ പൊന്മുകുളമ്പോൾ പവിഴമ്പോൾ പവിഴാതരം പോൽ പനിനീർ പൊന്മുകുളമ്പോൾ തുടുശോഭയും നിറമുന്തിരിനിൻ മുഖസൗരഭ്യമോ പകരുന്നു
പവിഴമ്പോൾ പവിഴാതരമ്പോൾ പനിനീർ പൊന്മുകുളമ്പോൾ. അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. എന്താ പേരെന്താ? വേണു. നല്ല പാട്ട്. പോന്നാ മീൻ വാങ്ങിയോ? മത്തിമീനാണോ വാങ്ങിയത്? കൊള്ളോ? അടിപൊളിയായിട്ടുണ്ട് അല്ലേ?